രക്തവാണിഭ മാഫിയ തീരദേശങ്ങളിൽ വ്യാപകമാകുന്നു. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ഒരു വൃക്കയ്ക്ക് 10 ലക്ഷം, ഏജന്റ് കമ്മീഷൻ 2 ലക്ഷം. ദാരിദ്ര്യവും കടബാധ്യതയും ദുരിതത്തിലാക്കിയവരെ ലക്ഷ്യമിടുന്നു. അവയവ കച്ചവട മാഫിയ വല വ്യാപകമാകുന്നു. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ തുടങ്ങിയ തീരദേശ പഞ്ചായത്തുകളിലും കഴുകൻ കണ്ണുകൾ പ്രലോഭനങ്ങളുമായി ഏജന്റുമാർ വിലസുന്നു. പെൺമക്കളുടെ വിവാഹം, വേണ്ടപ്പെട്ടവരുടെ ചികിത്സ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ പണം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെയാണ് കൂടുതൽ വലയിൽ വീഴ്ത്തുന്നത്. ഇവരെ പ്രധാനമായും വൃക്കദാന കുരുക്കിൽ പെടുത്തുകയാണ്. തൃക്കുന്നപ്പുഴ ലക്ഷ്മിത്തോപ്പിൽ പുതുതായി താമസം തുടങ്ങിയ വിധവയുടെ മകളുടെ വിവാഹത്തിന് ആരും സഹായിക്കാനില്ലാതെ ബുദ്ധിമുട്ടെന്നതറിഞ്ഞാണ് ഏജന്റുമാർ ഇവരെ സമീപിച്ചത്. നിരന്തരമായ ഇടപെടലിലൂടെ 10 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. 2 ലക്ഷം രൂപ ഏജന്റിന്റെ കമ്മീഷൻ കഴിഞ്ഞ് 8 ലക്ഷം രൂപ കൊണ്ട് യുവതി മകളുടെ വിവാഹം നടത്തി. കടബാധ്യത കാരണം കിടപ്പാടം വിറ്റ് ആറാട്ടുപുഴയിലെത്തി വാടക വീട്ടിൽ താമസം ആരംഭിച്ച യുവതിയുടെ വൃക്കയും അടുത്ത ദിവസം ഇടനിലക്കാരൻ വഴി വിൽപ്പന നടത്തി. ഒരാഴ്ച മുമ്പ് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് യുവതിയുടെ വൃക്ക നീക്കം ചെയ്യൽ ശസ്ത്രക്രിയ നടന്നത്. പ്രാഥമിക പരിശോധനകൾക്കും മറ്റുമായി യുവതി നിരവധി തവണ എറണാകുളത്ത് പോയിരുന്നു. ശരീരത്തിലെ മുഴ നീക്കം ചെയ്യുന്നതിനുള്ള പരിശോധനയ്ക്ക് പോകുകയെന്നാണ് അയൽക്കാരിയോട് പറഞ്ഞത്. വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാനാവാതെ കടക്കെണിയിലായ നിർധന കുടുംബങ്ങളിലുള്ളവരെയാണ് വൃക്ക മാഫിയ ലക്ഷ്യം വെക്കുന്നത്. ഏജന്റുമാർ 5 യുവതികളുടെ വൃക്കകൾ നൽകുന്നതിനുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുള്ളതായി അറിയുന്നു. ഏറെ വൈകാതെ കച്ചവടവും ഉറപ്പിക്കുമെന്നാണ് സൂചന. ലക്ഷ്മിത്തോപ്പിലും ആറാട്ടുപുഴ SN മന്ദിരത്തിന് സമീപവും വൃക്കദാനം ചെയ്തവരുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ തീരദേശത്തെ അവയവ കച്ചവട മാഫിയെ കണ്ടെത്താം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ. പാർത്ഥസാദി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ, ഐക്കർ ജംഗ്ഷൻ, ആറന്മുള.